വീട്ടിലെ ഈ ചെറിയ ഷെൽഫിലെ ഓരോ പുസ്തകങ്ങൾക്കും ഓരോ കഥകളുണ്ട്. ഇവയിൽ മിക്കതും ചേച്ചി വാങ്ങി വായിച്ചു തീർന്ന ശേഷം എൻ്റെ കൈകളിലേക്കെത്തിയവയാണ്. ഒരുപക്ഷെ വായനയോടുള്ള എൻ്റെ ഇഷ്ടത്തിൻ്റെ തുടക്കവും അവിടെ നിന്നായിരിക്കാം. ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ തുടങ്ങി സ്റ്റാൻഡ് സ്ട്രോങ്, ഐ ആം മലാല, അങ്ങനെ പല ജീവിത കഥകളും പ്രചോദനങ്ങളും ഈ കുഞ്ഞു ഷെൽഫിലുണ്ട്. പക്ഷേ അവയ്ക്കിടയിൽ എപ്പോഴും എൻ്റെ കണ്ണുകൾ ആദ്യം എത്തിച്ചേരുന്ന ഒരു പുസ്തകമുണ്ട്. ചേതൻ ഭഗത്തിൻ്റെ ഇംഗ്ലീഷ് നോവൽ ടു സ്റ്റേറ്റ്സ്. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുക എന്നത് ഒരു കാലത്ത് എനിക്ക് അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ കോവിഡ് കാലത്തെ നിശബ്ദമായ ദിവസങ്ങളിൽ കൗതുകത്തോടെ തുറന്ന പുസ്തകം ലളിതമായ ഭാഷയും കഥാപാത്രങ്ങളും അടുത്ത പേജിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയും എന്നെ വായനയുടെ ലോകത്തേക്ക് അടുപ്പിച്ചു. കൗതുകത്തോടെ തുടങ്ങിയ വായന ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കി. പ്രണയകഥ എന്നതിനപ്പുറം രണ്ടു വ്യത്യസ്ത സംസ്കാരങ്ങളും കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മനോഹരമായ യാത്ര. വായിച്ചു തീർന്ന സന്തോഷം മാത്രമല്ല, കൂടുതൽ പുസ്തകങ്ങളിലേക്കുള്ള പുതിയ യാത്രയുടെ തുടക്കവും കൂടിയായിരുന്നു അത്. ചില വായനകൾ ജീവിതത്തിലെ ഒരു മനോഹരമായ ഓർമ്മയായി മാറാറുണ്ട്. കാരണം മലയാളം മീഡിയത്തിൽ പഠിച്ച എനിക്ക് ഇംഗ്ലീഷ് എന്നത് ഒരു കാലത്ത് അകലെ തോന്നിയ ഒരു ലോകമായിരുന്നു. പക്ഷേ ശ്രമിച്ചാൽ ആ ലോകവും സ്വന്തമാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്ന പുസ്തകം. അത് തിരികെ ഷെൽഫിലേക്ക് വെക്കുമ്പോൾ മനസ്സ് വീണ്ടും നിശബ്ദമായി പറഞ്ഞു, ചേതൻ ഭഗത്തിനും അദ്ദേഹത്തിൻ്റെ ലളിതമായ ഭാഷയ്ക്കും ഒരുപാട് നന്ദി.